നമ്മുടെ ക്യാമറയിൽ 2 വിധത്തിലാണ് ഡാറ്റ ശേഖരിക്കപ്പെടുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഫോട്ടോ സേവ് ചെയ്യുന്നത് 2 വിധത്തിലാണ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുക. അതിൽ ഒന്ന് JPEG എന്ന് പറയുന്ന, അല്ലെങ്കിൽ JPEG എന്ന് ഷോർട്ടായിട്ട് പറയാൻ പറ്റുന്ന ഒരു ഫോർമാറ്റാണ്. മറ്റൊന്ന് RAW എന്നുള്ളത്. ഇത് ഓരോ ക്യാമറക്കും ഇതിൻ്റെ ഫയൽ എക്സ്റ്റൻഷൻ അറിയാമായിരിക്കുന്നവർക്ക് കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്യുമ്പോൾ കാണിക്കുന്നത് റോ ആണ് ജനറലി പറയുന്ന ഒരു പേരെങ്കിലും. ഇപ്പോൾ നിക്കോണിലാണെങ്കിൽ നിക്കോണിന് NEF എന്നാണ് കാണിക്കുക, ക്യാനണിലാണെങ്കിൽ CR2 എന്നാണ് കാണിക്കുക. ഇതിൻ്റെയൊക്കെ അർത്ഥം അത് റോ ഫോർമാറ്റ് ഫയൽ എന്നാണ്. ഇനി മറ്റ് JPEG ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഫയലിൻ്റെ ലാസ്റ്റ് ഒരു ഡോട്ട് ഇട്ടിട്ട് JPEG എന്ന് തന്നെയാണ് കാണിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് 2 ഫയലുകൾ സേവ് ആവുന്നത്. പക്ഷേ ഇതെന്താണ് ഇതിൻ്റെ മെച്ചം, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ വ്യത്യാസം എന്നുള്ള കാര്യം കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് JPEG ഫയൽ അല്ലെങ്കിൽ JPEG ഫയൽ എന്ന് ഞാൻ ഷോർട്ടായി പറയുന്നു. JPEG ഫയലിലെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ക്യാമറയിൽ എന്തായാലും എക്സ്പോഷർ എല്ലാം, വൈറ്റ് ബാലൻസ്, ഷട്ടർ സ്പീഡ്, അപ്പർച്ചർ എല്ലാം സെറ്റ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കുമ്പം ആ ഫോട്ടോയുടെ എൻഡ് റിസൾട്ട്, അല്ലെങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഫോട്ടോ, അത് വളരെ ഒരു ഇമേജായിട്ട് വളരെ ചെറിയ ഫയൽ സൈസിൽ നിങ്ങളുടെ മെമ്മറി കാർഡിലേക്ക് സേവ് ചെയ്ത് വയ്ക്കുന്ന ഒരു പരിപാടിയാണ് JPEG ഫയൽ. മെമ്മറി കാർഡ് സേവ് ചെയ്യാനൊക്കെ ഒരുപാട് നല്ലതാണ്, എങ്കിലും അതിൻ്റേതായ കുറേ പോരായ്മകൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ രണ്ടാമത്തെ ഫോർമാറ്റ് എന്താണെന്ന് പറഞ്ഞത്, രണ്ടാമത്തെ നമ്മൾ പറയുന്നത് റോ എന്ന് പറയുന്ന ഒരു ഫോർമാറ്റാണ്. ഈ ഫോർമാറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ക്യാമറയിൽ ഡിജിറ്റലി സെറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആ സെറ്റിങ്സിൻ്റെ കൂടെ, നിങ്ങളുടെ ഈ ഫോട്ടോൻ്റെ കൂടെ ആ സെറ്റിങ്സ് എല്ലാം തന്നെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഫയൽ ഫോർമാറ്റാണ് റോ. ഓക്കെ, ഇനി എന്താണ് റോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് JPEG നല്ലത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് റോ നല്ലത് എന്നൊരു കമ്പാരിസൺ വരുമ്പോൾ നിങ്ങൾക്ക് ഇത് കുറേ കൂടി വ്യക്തമായിട്ട് മനസ്സിലാകും. റോ എന്ന പടം ഉദ്ദേശിക്കുന്നത് ഒരു എഡിറ്റിംഗ് ഡെസ്കിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അതൊരിക്കലും ഒരു എൻഡ് യൂസറിന് കൊടുക്കാൻ പറ്റില്ല. അതായത് നിങ്ങൾ റോ ഫോർമാറ്റിൽ ഒരു പടം എടുത്തിട്ട് നിങ്ങളുടെ കസ്റ്റമർ, ഒരാൾ പറഞ്ഞു തന്നു അയാളുടെ വീടിൻ്റെ ഫോട്ടോ എടുത്ത് തരണം, പെട്ടെന്ന് അയച്ചു തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പോയിട്ട് റോ ഫോർമാറ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അയച്ചു കൊടുക്കാൻ പറ്റില്ല. നെക്സ്റ്റ് അത് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അത് അയച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം എൻഡ് യൂസറിന് ആ ഫയൽ ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതേ സമയത്ത് നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന JPEG ഫോർമാറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലോ എവിടെ ആയി കഴിഞ്ഞാലും നിങ്ങൾക്ക് അത് പെട്ടെന്ന് ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ കസ്റ്റമറിന് അയച്ചു കൊടുക്കണമെങ്കിൽ നേരിട്ട് അപ്പം തന്നെ നിങ്ങൾക്ക് മൊബൈലിലോട്ടോ ലാപ്ടോപ്പിലോട്ടോ മാറ്റിയിട്ട് വിത്തിൻ സെക്കൻഡ്സ് അത് അയച്ചു കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് റോയുടെ ഒരു നെഗറ്റീവ് സൈഡും JPEGൻ്റെ ഒരു പോസിറ്റീവ് സൈഡുമാണ്. ഇനി ഡീറ്റെയിൽസിൻ്റെ കാര്യം, അതായത് ഒരു ഫോട്ടോയിൽ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ആ ഫോട്ടോയിൽ എത്രത്തോളം ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരാളുടെ മുഖം, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മുഖം ഫോട്ടോ എടുക്കുമ്പോൾ അയാളുടെ രോമക്കുത്തുകളും ചെറിയ ചെറിയ കളർ വേരിയേഷൻസും അയാളുടെ സ്കിന്നിൽ എന്താ പറയുക ഉണ്ടാകുന്ന ചളി അടക്കം, അല്ലെങ്കിൽ അങ്ങനെയുള്ള മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിനെയാണ് ഡീറ്റെയിൽസ് എന്ന് പറയുക. അപ്പോൾ ഫോട്ടോയിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം ഡീറ്റെയിൽസ് തന്നെയാണ്. ഓക്കെ, ഈ ഡീറ്റെയിൽസ് JPEG ഫയലിൽ വളരെ കുറവായിരിക്കും, എന്നാൽ റോ ഫോർമാറ്റിൽ വളരെയധികം കൂടുതലുമായിരിക്കും. റോ ഫോർമാറ്റിലുള്ള ഒരു പടം നിങ്ങൾ നല്ലപോലെ സൂം ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് അതിനകത്തുകൂടി കാണാൻ പറ്റും. എന്നാൽ JPEGൽ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, JPEG ഫോർമാറ്റിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഡീറ്റെയിൽസൊക്കെ അങ്ങോട്ട് ഫ്ലാറ്റൻ ചെയ്തിട്ട് ആ ഒരു സിസ്റ്റം ആ ഫയൽ സൈസ് കുറക്കാൻ വേണ്ടിയിട്ട് കുറേ ഡീറ്റെയിൽസിനെ അങ്ങനെ കംപ്രസ് ചെയ്തിട്ട് നമുക്ക് ചെറിയൊരു ഫയലാക്കി തരികയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഒരു റോ ഫയൽ നേരെ പോകേണ്ടത് എഡിറ്റിംഗ് ഡെസ്കിലേക്കാണ്, പക്ഷേ JPEG എന്ന് പറഞ്ഞാൽ എൻഡ് യൂസറിൻ്റെ അടുത്തേക്കാണ്. പിന്നെ റോ എന്ന് പറയുന്നത് ഒരു JPEG ഇപ്പോൾ നിങ്ങൾക്ക് 5 MB ആണ് ഒരു ഫയൽ സൈസ് വരുന്നതെങ്കിൽ, റോ ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അതൊരു 35 MB 40 MB ഫയൽ സൈസ് ഉണ്ടാവും. മിനിമം ഏറ്റവും എൻട്രി ലെവൽ ക്യാമറയിൽ വരുന്ന റോ ഫയൽ പോലും 20 MB അടുത്ത് സൈസ് ഉണ്ടാവും ഒരു ഫയൽ. ഓക്കെ, ആ ഫയൽ നിങ്ങൾക്ക് ക്യാമറയിൽ കാണാം, അല്ലെങ്കിൽ അതിൻ്റേതായ പ്രിവ്യൂ ആപ്ലിക്കേഷൻസിൽ മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ. അതുപോലെ അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റേതായ റോ എഡിറ്റർ തന്നെ വേണം. ഇപ്പോൾ ഫോട്ടോഷോപ്പാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അഡോബ് റോ എന്ന ഒരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഫയൽ ഓപ്പൺ ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ പറ്റുള്ളൂ. പക്ഷേ ഇത് എഡിറ്റ് ചെയ്യുന്നവർക്ക് ഇത് വളരെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു ഫയൽ ഫോർമാറ്റാണ് റോ. കാരണം നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പം JPEGൽ എടുത്തു എന്ന്
കരുതുക. നിങ്ങൾക്ക് JPEG എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അതൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. കാരണം അതൊരു ഫ്ലാറ്റ് ഇമേജാണ്. നിങ്ങൾ എന്ത് സെറ്റിങ്സിലാണോ എടുത്തത്, അപ്പോൾ അണ്ടർ എക്സ്പോസ് ആയി പോയാൽ അണ്ടർ എക്സ്പോസ് ആയി, അത് പോയി, അത്രേ ഉള്ളൂ. അല്ല നിങ്ങളുടെ വൈറ്റ് ബാലൻസ് കുറച്ച് നീല കയറിപ്പോയി, അത് നീല കയറിപ്പോയി, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനെ JPEG-നെ മാനിപ്പുലേറ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ ഒരു എഡിറ്ററിന് കാശ് കൊടുത്താൽ ചിലപ്പം വീണ്ടും അത് ഫോട്ടോ ഷൂട്ട് ചെയ്യുന്ന അത്രയും കാശ് നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഇപ്പം നിങ്ങൾ അതേ പടം തന്നെ, പക്ഷേ നിങ്ങൾ റോയിൽ ഷൂട്ട് ചെയ്തു, പക്ഷേ വൈറ്റ് ബാലൻസ് മാറി കുറച്ചൊന്ന് അണ്ടർ എക്സ്പോസും ആയി. പക്ഷേ നിങ്ങളുടെ റോ ഫയൽ വരുന്നത് നിങ്ങൾ ക്യാമറയിൽ ഡിജിറ്റലി സെറ്റ് ചെയ്ത എല്ലാ കൺട്രോൾസും, ഞാൻ പ്രത്യേകം പറയുകയാണ്, ഡിജിറ്റലി സെറ്റ് ചെയ്ത എല്ലാ കൺട്രോൾസും, മെക്കാനിക്കലി സെറ്റ് ചെയ്തതല്ല, ഡിജിറ്റലി സെറ്റ് ചെയ്തത്. അതായത് ഇപ്പോൾ എക്സ്പോഷർ മീറ്ററിൻ്റെ 0-ൽ ആയിട്ടില്ല, അത് മൈനസ് ആയിരുന്നു, അതൊരു ഡിജിറ്റൽ സെറ്റിങ്സ് ആണ് അല്ലേ. അപ്പം അത് നിങ്ങളുടെ റോ ഫയലിൻ്റെ കൂടെ അറ്റാച്ച് ആയിട്ടുണ്ടാവും. ഓക്കെ. ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഒരു മെക്കാനിക്കൽ മൂവ്മെൻ്റ് ആണ്. ഓക്കെ, മെക്കാനിക്കൽ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആ റിങ് തിരിഞ്ഞിട്ടാണ് അത് ഫോക്കസ് ആവുന്നത്. ആ മെക്കാനിക്കൽ മൂവ്മെൻറ്റ് നിങ്ങളുടെ റോയിൽ രജിസ്റ്റർ ആവില്ല. രണ്ടാമത്തെ ഫ്രെയിം, നിങ്ങൾ 4 പേരെ വേണ്ടത്, നിങ്ങൾ ഫ്രെയിം സൂം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ശ്രദ്ധിച്ചില്ല, 4-ാമത്തെ ആളെ പകുതിയേ കിട്ടിയുള്ളൂ. അതൊരു മെക്കാനിക്കൽ മൂവ്മെൻ്റ് ആയിരുന്നു, ലെൻസ് തിരിക്കുന്നത്. അപ്പോൾ അതും നിങ്ങളുടെ റോ ഫയലിൻ്റെ കൂടെ അറ്റാച്ച് ആവില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഫോക്കസ് ആവാത്ത പടം നേരെയാക്കാൻ പറ്റില്ല. പിന്നെ നിങ്ങളുടെ ഫ്രെയിമിൽ കുറേ അധികം ആൾ വേണമായിരുന്നു, ആൾ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അതിനെ ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ റിക്കവർ ചെയ്യാനൊന്നും ഓപ്ഷനില്ല. പിന്നെ നിങ്ങൾക്ക് എക്സ്പോഷർ മീറ്ററിൻ്റെ ഞാൻ പറഞ്ഞു, അത് ഡിജിറ്റലി സെറ്റ് ചെയ്തതാണ്, അത് നിങ്ങൾക്ക് അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എടുത്ത പടം ഒന്ന് അണ്ടർ എക്സ്പോസ് ആയി പോയിരുന്നു, ശ്രദ്ധിച്ചില്ല, നിങ്ങൾക്ക് നേരെ വന്നിട്ട് റോ എഡിറ്ററിൽ ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എക്സ്പോഷർ മീറ്ററിൻ്റെ ആ സ്ലൈഡർ അവിടെ കാണിക്കും. ആ സ്ലൈഡർ തന്നെ പതുക്കെ ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിത്രം നിങ്ങൾക്ക് നോർമൽ എക്സ്പോഷർ സെറ്റിങ്സിൽ എടുത്തതുപോലെ കൃത്യമായി കിട്ടും. ഇനി നമ്മൾ വൈറ്റ് ബാലൻസ് സെറ്റ് ചെയ്യുന്നത് ഡിജിറ്റൽ സെറ്റിംഗ് ആണ്. കാരണം മെനുവിലും പോയിട്ട് നമ്മൾ ഡിജിറ്റലി ആണ് വൈറ്റ് ബാലൻസ് സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ആ സമയത്ത് നിങ്ങൾക്ക് വൈറ്റ് ബാലൻസ് കറക്റ്റ് സെറ്റ് ചെയ്യാൻ പറ്റിയില്ല, തെറ്റിപ്പോയി, ഒരു നീല കയറിയിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ഡിജിറ്റൽ സെറ്റിംഗ് ആയതുകൊണ്ട് തന്നെ റോ ഫയലിൻ്റെ കൂടെ അതിൻ്റെ കൺട്രോളർ അറ്റാച്ച് ആയിട്ടുണ്ടാവും. നിങ്ങൾക്ക് നേരെ ഒരു ഡിജിറ്റൽ റോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ അത് ഓപ്പൺ ചെയ്തിട്ട് വൈറ്റ് ബാലൻസിൽ നിങ്ങൾക്ക് ഏതായിരുന്നു വേണ്ടത്, അല്ലെങ്കിൽ കെൽവിൻ നമ്പറാണ് സെറ്റ് ചെയ്യണമെങ്കിൽ ആ കെൽവിൻ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ചിത്രത്തിൽ കൃത്യമായിട്ടും നിങ്ങൾ ആ സമയത്ത് സെറ്റ് ചെയ്യാൻ മറന്നുപോയ കാര്യം കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇതൊന്നും തന്നെ നിങ്ങൾക്ക് JPEG-ൽ ചെയ്യാൻ പറ്റില്ല. പിക്ചർ സ്റ്റൈൽ നിങ്ങളിൽ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ റോ എഡിറ്റിങ്ങിൽ അത് കറക്റ്റ് ചെയ്യാം. അപ്പോൾ ത്രൂ ഔട്ട് ഇതൊന്ന് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറയുകയാണെങ്കിൽ, നിങ്ങൾ റോ ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് റോയിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റ് പ്രൊഡക്ഷനിൽ അത് കറക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ JPEG-ൽ അങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. JPEG ഒരു കംപ്രസ്ഡ് ഫോർമാറ്റാണ്. റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റോ ഫയൽ തന്നെയാണ്. അത് മീൻസ് അത് പ്രോസസ്സ് ചെയ്യാത്ത ഒരു ഫയലാണ്. അത് പിന്നീട് നിങ്ങൾ പ്രോസസ്സ് ചെയ്യണം. അത് നേരിട്ട് ഒരു എൻഡ് യൂസറിന് കൊടുക്കാൻ പറ്റില്ല. അതൊരു കമ്പ്യൂട്ടറിലേക്കോ അല്ലെങ്കിൽ ഒരു എഡിറ്റിംഗ് സ്യൂട്ടിലേക്ക് പോയിട്ട് അതിൽ നിന്ന് ഔട്ട്പുട്ട് JPEG ആയിട്ട് വരണം, എല്ലാം കറക്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഒരു ചോദ്യം വരും, നിങ്ങൾ ഏത് ഫോർമാറ്റാണ് യൂസ് ചെയ്യേണ്ടത് എന്ന്. അപ്പം ഫോട്ടോഗ്രാഫി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ലത് JPEG ആണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ JPEG-ൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ പുറത്ത് പോയിട്ട് വളരെ കഷ്ടപ്പെട്ട് കാട് കയറി ഫോട്ടോ എടുത്തിട്ട് JPEG-ൽ എടുത്തിട്ട് വീട്ടിൽ വന്ന് നോക്കുമ്പോൾ അയ്യോ ഇത് അബദ്ധം പറ്റിയല്ലോ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ടൈം നിങ്ങൾ പോയി ഷൂട്ട് ചെയ്യുമ്പം 100% ഞാൻ ഗ്യാരണ്ടി പറയുന്നു, നിങ്ങൾ എല്ലാ സെറ്റിങ്സും നോക്കിയിട്ടേ ഫോട്ടോ എടുക്കുള്ളൂ. ദാറ്റ് മീൻസ് നിങ്ങളുടെ ഫോട്ടോഗ്രാഫി സ്കിൽസ് ഒരുപാട് ഡെവലപ്പ് ആവും ഇങ്ങനെ ചെയ്യുമ്പോൾ. റോയിലാണ് ഒരു എൻട്രി ലെവലുള്ള ഒരാൾ ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ പറഞ്ഞ എക്സ്പോഷർ സെറ്റിങ്സോ വൈറ്റ് ബാലൻസോ ഒന്നും ശ്രദ്ധിക്കില്ല, വെറുതെ അങ്ങ് ഷൂട്ട് ചെയ്ത് ഫോക്കസും ഫ്രെയിമും നോക്കി ഷൂട്ട് ചെയ്തിട്ട് ഇങ്ങ് പോരും. അയാളോട് ചോദിച്ചാൽ അയാൾ പറയും ഓക്കെ ഞാൻ വീട്ടിലെത്തി കമ്പ്യൂട്ടറിൽ കറക്റ്റ് ചെയ്തോളും. ഇത് കൊണ്ടുണ്ടാകുന്ന ഒരു ദോഷം എന്താണെന്ന് പറഞ്ഞാൽ അയാളുടെ ലൈഫിൽ അയാളുടെ ഫോട്ടോഗ്രാഫി സ്കിൽസ് ഒരിക്കലും ഡെവലപ്പ് ആവില്ല. അതുപോലെ ഒരു ഡിജിറ്റൽ ബാക്ക് സപ്പോർട്ട് ഇല്ലാതെ ഒരു ചലഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് ഒരിക്കലും അതിനെ ഫേസ് ചെയ്യാനും പറ്റില്ല. കാരണം ക്യാമറ ഉണ്ടെങ്കിൽ അയാൾക്ക് കമ്പ്യൂട്ടർ ഉണ്ടാവണം, എങ്കിൽ മാത്രമേ അയാളൊരു ഫോട്ടോഗ്രാഫർ ആവുകയുള്ളൂ. പക്ഷേ നിങ്ങൾ JPEG-ൽ ഷൂട്ട് ചെയ്ത് പഠിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ കയ്യിൽ ക്യാമറ കിട്ടുമ്പോൾ തന്നെ അല്ലെങ്കിൽ നിങ്ങളൊരു ഫോട്ടോ എടുത്ത് തുടങ്ങുമ്പോൾ തന്നെ ഫോട്ടോഗ്രാഫർ ആവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്.